ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, നല്ല രസമായിരുന്നു. ചേച്ചിക്ക് നല്ല ടെൻഷനായിരുന്നു. എല്ലാം നല്ലപോലെ നടന്നു. വിഷിംഗ് ദം എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. ഉണ്ട് ഉണ്ട് ഉണ്ട്. വീട്ടിലിനി വിഷമമുണ്ടോ? നമ്മൾക്ക് ഒരുമിച്ചാണല്ലോ കിടക്കുന്നത്. ഞാനും ഓസിയും ഇഷാനൊക്കെ ഒരേ ബെഡിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് മിസ് ചെയ്യും ഞാൻ. അതെല്ലാവരുടെയും പോയി, എല്ലാവരും. താങ്ക് യു. അവൾ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത്, എപ്പോഴോ കാണാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ നിന്ന് 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ അവിടെ താമസിക്കാറുണ്ട്. സോ ആ പ്രശ്നമൊന്നുമില്ല. ഹാപ്പിയാണ്. എല്ലാം നല്ലപോലെ തന്നെ നടന്നു. അടഞ്ഞു. അത് കഴിഞ്ഞ പരിപാടികളിലൊക്കെ ഒത്തിരി ചിയർ ചെയ്ത് സൗണ്ട് ഫുൾ പോയി. എൻ്റെതാണ് അധികം പോവാത്തതെന്ന് തോന്നുന്നു. ബിയുടെ ഒക്കെ ഫുൾ സൗണ്ട് പോയി. അതെ അതെ, എല്ലാവരും ഒരേ സ്ഥലത്ത് നിന്ന് കോസ്റ്റ്യൂം എടുത്ത് അതുപോലെ സ്റ്റിച്ച് ചെയ്ത്. അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും അവരുടേതായ ഐഡിയാസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഏകദേശം ഒരേപോലെ ഇരിക്കണം അല്ലേ, അവരുടെ സ്റ്റൈൽ തന്നെ, പക്ഷേ ഒരേപോലെ ഇരിക്കണം. അങ്ങനെ പ്ലാൻ ചെയ്ത് കളർ തീമൊക്കെ വെച്ചിട്ട് എല്ലാവരും പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിരുന്നു ഇടേണ്ടത്. അങ്ങനെ ചെയ്തതാണ്. അങ്ങനെയൊന്നും ഇല്ല. ബ്രൈഡിന്റെ സിസ്റ്റർ ആയതുകൊണ്ട് നമ്മളും അത്യാവശ്യം നല്ലപോലെ ഒരുങ്ങണമല്ലോ. അങ്ങനെ ഒരുങ്ങില്ല. എന്തോ ഇല്ല, ഞാൻ പറഞ്ഞില്ല, അവൾ നമ്മുടെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. ലൈക്ക് 1 കിലോമീറ്റർ പോലും ഇല്ല. അവളെന്നും ഫുഡ് കഴിക്കാൻ നമ്മുടെ വീട്ടിൽ വരുന്ന പറഞ്ഞു. സോ എവിടെയും പോകുന്നില്ല. അത് സെയിമാണ്. അതിൽ പണ്ടത്തെ പോലെ വെച്ച് ടാറ്റ ബൈ ബൈ പറഞ്ഞ് വിടുന്നില്ലല്ലോ. അവർ രണ്ടുപേരും ഒരു പുതിയ ഫ്ലാറ്റ് എടുത്ത് അങ്ങനെയാണ് സ്റ്റേ ചെയ്യുന്നത്. അതാണ് രാത്രി നമ്മൾ ഒരുമിച്ചാണ് കിടന്നുറങ്ങുന്നത്. അത് മാത്രം മിസ് ചെയ്യുന്നതല്ലാതെ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. എനിവേസ് ഐ എം ഹാപ്പി ഫോർ ഹെർ. അശ്വിനായാലും നല്ല ആളാണ്. They're both happily married. Wishing them all the best. Okay.